ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മനസ്സിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കണമെന്ന് തോന്നി. വീഡിയോസ് ഒന്നും എടുക്കാനും സമയം കിട്ടുന്നില്ല. ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഏകദേശം ഒരു 5 days ഒക്കെ ആയി എന്നാണ് തോന്നുന്നത്. ഒരു 4 ദിവസമൊക്കെ കഴിയുമ്പോൾ എൻ്റെ പുതിയ വീഡിയോസ് ഒന്നും കണ്ടില്ലെങ്കിൽ ആദ്യം തിരക്കുന്നത് എൻ്റെ ചേച്ചിയായിരിക്കും. വീഡിയോസ് ഒന്നും കാണാനില്ല അങ്ങനെ. പിന്നെ കുറേ എൻ്റെ ഫ്രണ്ട്സ്, അവരുടെ പ്രോത്സാഹനങ്ങൾ, പിന്നെ നിങ്ങളുടെ കമൻറ്റ്, ഇതൊക്കെ വായിക്കുമ്പോഴാണ്, അതായത് മുഖമറിയാത്ത എത്രയോ പേർ നമുക്കായി ഇതെല്ലാം കാണുന്നുണ്ടെന്നും നമ്മളെ ബഹുമാനിച്ച് സ്നേഹിച്ച് കമൻ്റൊക്കെ തരുന്നു എന്ന സന്തോഷവും, പിന്നെ ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന എൻ്റെ ആത്മതൃപ്തിക്കും വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്, ഇന്നത്തെ സമുദായത്തിലൊരു കാഴ്ചപ്പാട് എന്തെന്നാൽ, വേറൊരു സ്ഥാപനങ്ങളിലും ജോലിക്ക് പോകാതെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർ, അവർ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ് എന്നാണ് അവരുടെ എണ്ണം. സ്ത്രീകൾ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ പാടില്ല. എന്തെങ്കിലും സ്ഥാപനം, അതായത് ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ അവരുടെ ആട്ടും തുപ്പും ഒക്കെ കേട്ട് 5000-ഓ 50,000-ഓ 5 ലക്ഷമോ ഒക്കെ സമ്പാദിച്ചാൽ മാത്രമാണ് ജീവിതത്തിൽ അവർക്കൊരു അന്തസ്സും അർത്ഥവും ഉള്ളൂ. ഇങ്ങനെയാണ് ഭൂരിപക്ഷം ആൾക്കാരുടെയും ധാരണ. അവർ പറയുന്നത് സ്ത്രീകൾക്കും വേണം ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി. അതാണ് അവരുടെ വിശ്വാസം. അത് വിശ്വാസമാണോ അന്ധവിശ്വാസമാണോ എന്നത് ഓരോ ഇൻഡിവിജ്വൽസിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇത് കഴിഞ്ഞ പതിറ്റാണ്ടായി നമ്മുടെ സമുദായത്തിൻ്റെ ബുദ്ധിയിൽ ഇറക്കുമതി ചെയ്ത വെസ്റ്റേൺ പ്രയോഗമാണ്. ഈ ഇൻഡിപെൻഡൻസി, അതായത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി. പക്ഷേ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്ത്രീകൾക്കോ പുരുഷനോ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി വേണോ എന്ന് വിചാരിക്കുന്നത് ശരിയാണോ എന്നെനിക്കറിയില്ല. ആണും പെണ്ണും സകല വിധത്തിലും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് വിവാഹം എന്നൊരു ബന്ധം നിർബന്ധമാകുന്നത്. അങ്ങനെ വർഷങ്ങൾ കടന്നു പോകുമ്പോൾ 2 ശരീരത്തിൽ ജീവിക്കുന്ന ഒറ്റയാളാവണം, അതാണ് അതിൻ്റെ ഉദ്ദേശവും. അങ്ങനെ ഇരിക്കുമ്പോൾ സ്ത്രീയോ പുരുഷനോ ആരായാലും തൻ്റെ ഈ ജീവിതം ഭാര്യയെയോ അല്ലെങ്കിൽ ഭർത്താവിനെയോ ആശ്രയിച്ചിരിക്കേണ്ട ഗതികേട് വന്നല്ലോ എന്ന് തോന്നൽ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നെങ്കിൽ അവർ അത്രയും നാൾ ജീവിച്ചിട്ടില്ല, പരസ്പരം സ്നേഹിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. മൈ മണി യുവർ മണി എന്നൊരു ചിന്ത ഒരു ഫാമിലിക്കുള്ളിൽ വരാൻ പാടില്ല, എക്സ്പെഷ്യലി ഹസ്ബൻഡ് ആൻഡ് വൈഫിനുള്ളിൽ. അവർക്ക് 2 പേരുടെ കോൺട്രിബ്യൂഷനും സ്വന്തം ഫാമിലിയുടെ വെൽബീയിങ്ങിന് വേണ്ടിയാണ് എന്ന റിയലൈസേഷനാണ് വേണ്ടത്. എന്നാൽ ചില വീട്ടമ്മമാർ കരുതിയിരിക്കുന്നത് പോലെ വീട്ടിലെ എല്ലാ അംഗങ്ങളുടെയും തുണികൾ കഴുകി അവർക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്തു കൊടുത്ത്, എല്ലാ പേർക്കും പാചകവും ചെയ്തു കൊടുത്ത്, കുട്ടികളെയും ഹസ്ബൻഡിനെയും സ്കൂളിലും കോളേജിലും ഓഫീസിലും ഒക്കെ അയച്ച ശേഷം ബാക്കി കിട്ടുന്ന സമയം ടിവിയും കണ്ട് അയൽപ്പക്കവുമായി അർത്ഥമില്ലാത്ത വർത്തമാനങ്ങളും പറഞ്ഞ് കഴിഞ്ഞു പോകാനുള്ളതല്ല ജീവിതം എന്നും മനസ്സിലാക്കണം. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തിൽ നമുക്ക് കിട്ടുന്ന ഓരോ സെക്കൻഡ്സും വിലയേറിയതാണ്. ടൈം ദ മോസ്റ്റ് പ്രീഷ്യസ് തിങ് ഇൻ അവർ ലൈഫ്. അത് ശരിക്കുള്ള വഴിക്ക് ചെലവഴിക്കുക. മനുഷ്യജീവിതത്തിൻ്റെ ഉന്നത ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ജീവിതത്തെ പറ്റിയുള്ള നമ്മുടെ അറിവിനെ അടുത്ത തലമുറയ്ക്കും കൈമാറുക എന്നത്. അതിനു വേണ്ടത് നമ്മൾ സ്വയം നമ്മളെ ശക്തരാക്കുക എന്നതാണ്. എനിക്ക് കല്യാണമായി ആദ്യത്തെ വർഷം മകൻ ജനിച്ചു. പിന്നെ അടുത്തുള്ള കണ്ടിന്യൂസ് ആയ 13 വർഷം ചെന്നൈയിൽ ഞാനൊരു പേരുകേട്ട സ്കൂളിൽ മാത്സ് അധ്യാപികയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് എൻ്റെ മകൾ ജനിച്ച ശേഷം അവളെ നോക്കാനായി ഇനി ജോലിക്ക് പോണില്ല എന്ന് തന്നെ തീരുമാനിച്ചു. വർഷങ്ങൾ 8 കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ എൻ്റെ ചെറുപ്രായം തൊട്ടേ എനിക്ക് സ്വാഭാവികമായി കിട്ടിയിരുന്ന, എന്നാൽ ഞാൻ ഇടക്കാലത്ത് മറന്നുപോയ എൻ്റെ ചില കഴിവുകൾ വീണ്ടെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ സ്കൂൾ ഡേയ്സിലും കോളേജ് ഡേയ്സിലും ഒരുവിധം നന്നായി പാടുമായിരുന്നു. ഇത് തള്ളല്ല, ഞാൻ പറയാതെ നിങ്ങൾക്കറിയാൻ ചാൻസ് ഇല്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണേ. പിന്നെ പ്രൊഫഷൻ ടീച്ചിങ് ആയത് കാരണം സ്റ്റുഡൻസിനോട് ഷൗട്ട് ചെയ്ത് എൻ്റെ ശബ്ദമൊക്കെ പോയി. ഇപ്പോൾ ഒരുവിധം ശരിയായി വരുന്നുണ്ട്. സോ ഞാനിപ്പോൾ പാടാൻ ട്രൈ ചെയ്യുന്നുണ്ട്. മാത്രമല്ല 8 വർഷത്തിന് മുമ്പ് ഞാൻ വീണ പഠിച്ചിരുന്നു. അത് 1 year മാത്രമേ എനിക്ക് തുടരാൻ സാധിച്ചുള്ളൂ. പക്ഷേ ഇപ്പോൾ ഞാൻ അതിനും കുറച്ച് സമയം കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞാൻ നന്നായി ഡ്രോയിങ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഇടയ്ക്ക് അങ്ങ് വിട്ടു. കല്യാണമൊക്കെ ആയപ്പോൾ അങ്ങനെ വരയ്ക്കാനുള്ള സാഹചര്യങ്ങളൊന്നും കിട്ടാതെ അതൊക്കെ അങ്ങ് വിട്ടു. പക്ഷേ ഇപ്പോൾ ഇതാ മോളോടൊപ്പം ഞാനും കൂടി ഇരുന്ന് വരയ്ക്കാറുണ്ട്. അതിലും ഒരു ആനന്ദം കാണുകയാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് റീഡിങ്.
ഇന്ന് സോഷ്യൽ മീഡിയയിൽ കൂടെ പല അറിവുകളും ലഭിക്കുന്നുണ്ടെങ്കിലും ഒരു ശരിയായ ബുക്ക് വായിച്ചാൽ കിട്ടുന്ന ആ ഒരു തൃപ്തിയില്ലേ. മാത്രമല്ല നമ്മുടെ ക്രിയേറ്റീവ് പവേഴ്സും കൂടുകയാണ്. കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചകളേക്കാൾ മനോഹരമാണ് വായന കൊണ്ട് സങ്കല്പങ്ങളിൽ കൂടെ കിട്ടുന്ന രൂപങ്ങൾ. അത് മുഖാന്തരം കിട്ടുന്ന അറിവും പ്രത്യേകതയുള്ളതാണ്. ഇന്ന് വരും തലമുറകളിൽ അകന്നു നിൽക്കുന്ന ഒരു കഴിവാണ് വായനാശീലം. അതിന് നമ്മൾ മുതിർന്നവർ അവർക്ക് ഒരു ഉദാഹരണമാകേണ്ടതുണ്ട്. അമ്മമാർ TV സീരിയലൊക്കെ നോക്കിയിരുന്നാൽ കുട്ടികളും അത് തന്നെ കാണാൻ തുടരും. നമ്മൾ വായിക്കുന്നത് കണ്ടാൽ കുട്ടികളും എന്തെങ്കിലും ബുക്ക് എടുത്തുവെച്ച് വായിക്കാൻ ശ്രമിക്കും. അവർ നമ്മളെ കണ്ടല്ലേ വളരുന്നത്. ഇന്ന് എന്നെപ്പോലെ വീട്ടമ്മമാരായിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, തീർച്ചയായും ഈ ഭൂലോകത്തെ സൃഷ്ടികളിൽ ഓരോരുത്തർക്കും അവരവരുടേതായ പ്രത്യേക തരം കഴിവുകളുണ്ട്. അതെൻ്റെ കാഴ്ചപ്പാടാണ്, അത് എൻ്റെ അറിവാണ്. ആ കഴിവുകൾ നമ്മൾ തന്നെ കണ്ടെത്തണം. നമ്മുടെ സ്വധർമ്മം എന്തെന്ന് സ്വയം കണ്ടെത്തുക. ഒരു പക്ഷേ ബാല്യകാലങ്ങളിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കാതെ നമ്മളെ കറക്റ്റായിട്ട് ചാനലൈസ് ചെയ്യാതെ പോയതുകൊണ്ടോ, അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാതെ പോയതുകൊണ്ടോ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാതെ നമ്മളിൽ ഒളിഞ്ഞു കിടന്ന എത്രയോ കഴിവുകൾ ഉണ്ടായിരിക്കാം. നമ്മൾ തന്നെ മറന്നുപോയ കഴിവുകൾ അല്ലേ? അത് ഒരു സ്ഥാപനത്തിൽ പോയി അധ്വാനിക്കുന്ന ഒരു സ്ത്രീയെക്കാളും ഒരു വീട്ടമ്മയായിരിക്കുന്ന നമുക്ക് ഒരു പ്ലസ് പോയിൻ്റ് ഉണ്ട്. അത് നമുക്ക് കിട്ടുന്ന നമ്മുടെ സമയമാണ്. നമ്മുടെ സ്വന്തം കഴിവുകൾ കണ്ടെത്തുക, നമ്മുടെ ഉള്ളിലിരിക്കുന്ന കഴിവുകളെ പുറത്തെടുക്കുക, അത് പ്രാക്ടീസ് ചെയ്യുക. അതിൽ കൂടെ നമ്മുടെ ജീവിതം തെളിയും. അതുവഴി നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളുടെ അളവ് ഇത്ര തന്നെ എന്ന് നിർണ്ണയിക്കാൻ പറ്റില്ല. കാരണം ജീവിതത്തിലെ എല്ലാ ഘടകങ്ങളെയും പണം കൊണ്ട് തുലാക്കോലിൽ തൂക്കി നോക്കാൻ സാധിക്കില്ലല്ലോ. അങ്ങനെ ചെയ്തു വരുമ്പോൾ അത് നിങ്ങൾക്ക് തരുന്ന ആത്മവിശ്വാസവും ആത്മസംതൃപ്തിയും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മനസ്സിലാവും. അപ്പോൾ ഉള്ളിൽ കാണുന്ന വ്യക്തിയാണ് നിങ്ങൾ. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വരൂപം കാണാൻ സാധിക്കട്ടെ. മൈ അഡ്വാൻസ് കൺഗ്രാജുലേഷൻസ്. സ്ത്രീയോ പുരുഷനോ അവർ വെറും രൂപം മാത്രമല്ല, ഒരു വ്യക്തിത്വവുമാണ്. ഇത് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് മാത്രമല്ല ഞാൻ പറയുന്നത്, സ്വന്തം ഫാമിലിക്ക് വേണ്ടി സ്വയം കഴിവുകളെയും ആഗ്രഹങ്ങളെയും ഒതുക്കി വച്ച പുരുഷന്മാരോടും കൂടിയാണ്. ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്ത് റിട്ടയർമെൻറ്റിന് ശേഷം എന്നിൽ ഒതുക്കി വെച്ച അല്ലെങ്കിൽ മറന്നുപോയ എൻ്റെ കഴിവുകളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട അവസരം ഉണ്ടാവാതിരിക്കാൻ നിങ്ങളിലെ കഴിവുകളെ നിങ്ങൾ തന്നെ കണ്ടെത്തി അതിനും സമയം കൊടുക്കുക. എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കമൻറ്റും കൊടുക്കണേ. പിന്നെ കൂട്ടത്തിൽ നിങ്ങളിങ്ങനെ ജീവിത തിരക്കിൽ മറന്നുപോയ നിങ്ങളുടെ കഴിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഈ കമൻറ്റിലൊന്ന് പറയണേ. അത് നാളെ ഒന്ന് മാറ്റി വയ്ക്കാതെ ഇന്ന് മുതൽ തുടങ്ങുക. ഇതാണ് നല്ല മുഹൂർത്തം. നമുക്ക് വീണ്ടും കാണാം. Till then, bye for now.